അപ്പോൾ പത്തനംതിട്ട ഇലന്തൂരിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രവീൺ, പത്തനംതിട്ടയിൽ എന്താണ് കാര്യങ്ങൾ? റോഡൊക്കെ നല്ല നിലയിൽ പോകുന്നുണ്ടോ? അവിടെ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ എന്താ പ്രവീൺ? അരുൺ, ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ ഗ്രാമപഞ്ചായത്തിലാണ്. ഇലന്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഇലന്തൂർ നെടുവേലി ജംഗ്ഷനിൽ നിന്നും പൂക്കോട് ഭാഗത്തേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു പാതയാണിത്. ഇവിടെ ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടുന്ന ജോലികളൊക്കെ ഏതാനും നാളുകൾക്ക് മുമ്പ് നടന്നിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ഈ റോഡ് ക്രോസ് ചെയ്ത് ജൽജീവൻ പദ്ധതിയുടെ പൈപ്പിട്ട സ്ഥലമാണിത്. ഇവിടെ നേരത്തെ ഇരുചക്ര വാഹനങ്ങൾ സ്ഥിരം ഈ ഭാഗത്ത് വന്ന് വീണിരുന്നു. കാരണം തൊഴിലാളികൾ ഇവിടെ വന്ന് ആ പൈപ്പ് ഇടുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ റോഡ് വെട്ടിപ്പൊളിക്കുകയും അതിനുശേഷം അവർ അതേ പടുതി അവിടെ ഇട്ടിട്ട് പോവുകയും ചെയ്തു. പിന്നീട് നാട്ടുകാരാണ് ഇപ്പോൾ നാം ഈ കാണുന്ന രീതിയിൽ ഈ ഭാഗത്ത് മാത്രം ഗട്ടർ തൽക്കാലത്തേക്ക് മണ്ണിട്ട് നികത്തിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇതുവരെ ടാറിങ് പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കും അല്പം ആശങ്കയുണ്ട്. ഇത് ഈ ഭാഗത്തെ ഒരു കാഴ്ച മാത്രമാണ്. നമ്മൾ കുറച്ച് മീറ്ററുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ വലിയ സ്ലാബുകൾ ഈ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇളക്കി മാറ്റുകയും അതേ സ്ലാബുകൾ റോഡരികിൽ വളവുകളോട് ചേർന്ന് കൂട്ടമായിട്ട് അവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ഇരുചക്ര വാഹനങ്ങളും ഒപ്പം തന്നെ മറ്റു വാഹനങ്ങളൊക്കെ അപകടത്തിൽപ്പെടാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അരുൺ, പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയുണ്ട് നമ്മോടൊപ്പം. ഇതിപ്പം നിങ്ങളുടെ ഒരു ആവശ്യം എന്താ? ഞങ്ങൾക്ക് ഇവിടെ റോഡ് പഴയ രീതിയിൽ തന്നെ ആക്കി തരണം. പിന്നെ പഞ്ചായത്തിലെ മുഴുവൻ വാർഡിലും ഇങ്ങനെ തന്നെയാണ് പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ വെള്ളം ഇതുവരെയും കൃത്യമായിട്ട് എങ്ങും എത്തിയിട്ടുമില്ല. വെള്ളമാണെങ്കിൽ വരുന്നത് വഴിയത് പൊട്ടിപ്പോവുകയാണത്. അപ്പം നിങ്ങൾ തന്നെയാണോ ഈ റോഡ് ക്രോസ് ചെയ്ത് ഭാഗത്ത് മണ്ണിട്ട് നികത്തിയത്? ഞങ്ങൾ പണിക്കാരെ ഉപയോഗിച്ച് ചെയ്തതാണ്. അരുൺ, വെള്ളവുമില്ല, റോഡും പൊട്ടിപ്പൊളിഞ്ഞു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പം നിങ്ങളുടെ എന്താ ആവശ്യം? കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ഈ റോഡിൻ്റെ രണ്ട് സൈഡും കുഴിയെടുത്തിട്ട് പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഒരു സൈഡിലെ മെയിൻ പൈപ്പിൽ അത് ഇതുവരെയും അവിടെ ജലം ലഭിച്ചിട്ടില്ല. മറു സൈഡിലുള്ള ഡൊമസ്റ്റിക് കണക്ഷനാണ്. അത് മാത്രമല്ല, റോഡിൻ്റെ പല ഭാഗങ്ങളിലും പൊട്ടിപ്പൊളിച്ച് അവർ യാതൊരു വർക്കും ചെയ്തിട്ടിരിക്കുകയാണ്. പലപ്പോഴും സ്കൂട്ടറുകളും അതുപോലുള്ള മറ്റ് വാഹനങ്ങളും ഒക്കെ അപകടത്തിൽപ്പെടുന്നുണ്ട്. പിന്നെ നാട്ടുകാരൊക്കെയാണ് അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊള്ളുക. അതുകൊണ്ട് ഈ റോഡും ഇതുപോലെ ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള ഈ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. പ്രസിഡന്റ്, ആ ഭാഗത്ത് സ്ലാബുകൾ ഇളക്കി ഇട്ടിട്ടുണ്ടല്ലോ, അത് വലിയ അപകടം തന്നെയല്ലേ? അതവിടെ ഒരു ഗ്യാസ് ഏജൻസി പ്രവർത്തിക്കുന്നുണ്ട്. അവിടുന്ന് നിരവധി വാഹനങ്ങൾ പോകുന്നുണ്ട്, 2 ബസ് പോകുന്നുണ്ട്, പിന്നെ 10 സ്കൂൾ ബസ്സുകളും ഇവിടെ പോകുന്നുണ്ട്. ഇതൊരു കൊടും വളവും കൂടാണ്. അത് ഭയങ്കര അപകടമാണ്. അത് മാറ്റാൻ നമ്മൾ എങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോകുന്നു അതിനെക്കുറിച്ച് ആശങ്കയുണ്ടത്. അരുൺ, ഈ എലന്തൂർ ഗ്രാമപഞ്ചായത്തിലെ മിക്കവാറും റോഡുകളിലെല്ലാം ഈ ഇരുവശങ്ങളിലും ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് പൈപ്പിട്ട് ആകെ കുണ്ടും കുഴിയുമായിട്ടുള്ള അവസ്ഥയിലാണ്. ജനങ്ങൾ ഭീതിയോടുകൂടിയാണ് ഈ റോഡിൽ കൂടി യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളവുമില്ല, ഉണ്ടായിരുന്ന റോഡ് പൊട്ടിപ്പൊളിഞ്ഞു എന്ന് തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് വാർഡംഗങ്ങളും നാട്ടുകാരും എല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത്. അരുൺ, ഓക്കെ, ഇത് ജൽജീവൻ അല്ല പ്രവീൺ, ഇത് ജൽജീവൻ കയ്യിൽ പിടിക്കുന്ന രക്ഷാദൗത്യം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒന്നും ആലോചിച്ച് നോക്കി, ഇരുചക്ര വാഹനത്തിലുള്ളവരെ ഒരുപാട് പേര് ഈ റോഡുകളിൽ പോയി തള്ളിയിടിച്ച് വീഴുന്നുണ്ട്. അവർക്കൊക്കെ കുഴപ്പം സംഭവിക്കുന്നു. മാത്രമല്ല, വെള്ളവും കിട്ടുന്നില്ല, ഈ റോഡും ശരിയാവാത്ത അവസ്ഥയുണ്ടാവുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി നമുക്ക് വാട്ടർ അതോറിറ്റിയോട് പറയേണ്ടതുണ്ട്. ഇത് റിപ്പോർട്ടർ TV ഈ വാർത്ത ഏറ്റെടുക്കുമ്പോൾ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് കരുതിയത്. പക്ഷേ നമ്മൾ ചെല്ലുന്ന സമയത്താണ് കമൻറ്റ് ബോക്സിൽ വന്ന് നിറയുകയാണ്. പല സ്ഥലങ്ങളിലും ഇതേപോലെയുണ്ട്. ഇത്തരം സ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ട് എന്ന് പറയുന്നു. തിടനാട് പഞ്ചായത്തിൽ, കൊല്ലത്ത്, അതേപോലെ കോഴിക്കോട്, കോട്ടയത്ത് അങ്ങനെ പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ജൽജീവൻ മിഷൻ വാട്ടർ അതോറിറ്റി മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ റോഷി അഗസ്റ്റിൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇപ്പോൾ പരാതി പറയാൻ പോകുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി മാറാൻ പോകുന്നത് ഈ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥയാണ്. അതിന് കാരണക്കാരൻ ഇനി ആരാണെന്ന് പറയേണ്ടതില്ലല്ലോ. വാട്ടർ അതോറിറ്റിയുടെ ജൽജീവൻ പദ്ധതിയല്ലേ? ആ പദ്ധതി പ്രകാരമല്ലേ ഈ റോഡുകളെല്ലാം താറുമാറാക്കിയത്? പഴയ സിനിമയിലെ ബാലങ്കേ നായരുടെ കഥാപാത്രത്തെ പോലെ സുന്ദരികളായി കിടന്ന റോഡുകളുടെ മേലിൽ ഇങ്ങനെ അതിക്രമം നടത്തിയിട്ട് പോകുന്നത് ശരിയാണോ? റോഡ് പണി തീരുന്നത് വരെ കാത്തിരിക്കും. റോഡ് പണി അങ്ങോട്ട് തീർന്നു കഴിയുമ്പോൾ പോവാം, എന്താ പൊളിച്ച് നമുക്ക് പൈപ്പിടാം എന്ന് പറയും. അതിന് മുമ്പ് ചെയ്തിരുന്നെങ്കിൽ ആ പണി നടക്കൂലായിരുന്നു. മാത്രവുമല്ല, ആ പൊളിച്ചിട്ട റോഡുകളൊന്നും തിരികെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാതെ അലക്ഷ്യമായിടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും സംവിധാനത്തിനെതിരെയും ജനങ്ങൾ പ്രതികരിക്കുക തന്നെ വേണം. റിപ്പോർട്ടറിന്റെ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ക്യാമ്പയിൻ തുടരും. പണി പൂർത്തിയാക്കണം സർക്കാർ എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. തീർച്ചയായും